പ്രിയപ്പെട്ടവരെ, ഉളയത്തെടുക്ക എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. മധൂർ പഞ്ചായത്തിൽ പറ്റിയ ഒരു സ്ഥലമാണ് ഉളയത്തെടുക്ക എന്ന് പറയുന്ന സ്ഥലം. ഈ ഉളയത്തെടുക്ക എന്ന് പറയുന്ന ചെറിയൊരു പട്ടണമാണ്. ആ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ഒരു 6.5 ഏക്കർ സ്ഥലത്ത് ഒരു സ്കൂൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ സ്കൂളിൻ്റെ പേരാണ് ഷിരുബാഗിലു ഗവൺമെൻറ് വെൽഫെയർ LP സ്കൂൾ എന്നാണ് അതിൻ്റെ പേര്. 1920 തുടങ്ങിയതാണത്. എപ്പോൾ 1920 109 വർഷമായി തുടങ്ങിയിട്ട്. ഇന്നും അത് LP തന്നെയാണ്. ഒരു അപ്ഗ്രേഡോ അത് ആവശ്യപ്പെടാൻ അതിന് ആൾക്കാരോ ആരുമില്ല. ചുരുക്കം പറഞ്ഞാൽ എൻ്റെ ഉളയത്തടക്കക്കാരോടാണ് ഞാൻ പറയുന്നുള്ളത്. നിങ്ങൾ വിദ്യാഭ്യാസം നേടുന്ന കാര്യത്തിലും നിങ്ങൾ വിദ്യാഭ്യാസം നേടിക്കൊടുക്കുന്ന കാര്യത്തിലും പിറകിലാണ്. നിങ്ങൾ ആരാണ് ഭരിക്കുന്നതെന്ന് പറ. അവരോടാണ് ആദ്യം നിങ്ങൾ പോയി ചോദിക്കേണ്ടത് ഇതിന് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്. വളരെ വിഷമകരമായ ഒരു അവസ്ഥയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പോയിരുന്നു ആ സ്കൂളിലേക്ക്. 6.5 ഏക്കർ സ്ഥലമാണ് ആ സ്കൂളിൻ്റെ ക്യാമ്പസ് ആയിട്ടുള്ളത്. നല്ല പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കാൻ പറ്റിയ ഒരു സ്കൂളാണ്. പക്ഷെ അത് LP ആണ്. 400 കുട്ടികൾ പഠിക്കുന്നുണ്ട് അവിടെ. ഈ കാസർഗോഡ് ജില്ലയിൽ ഇത്രയും കുട്ടികൾ പഠിക്കുന്നുള്ള ഒരു LP സ്കൂൾ എന്ന് പറഞ്ഞാൽ വിരളായിരിക്കും. 109 വർഷമായിട്ടും ഈ സ്കൂളിനെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ പിടിപ്പ് കേടും നാട്ടുകാർക്ക് വിദ്യാഭ്യാസം നമ്മളെ കുട്ടികൾക്ക് നേടിക്കൊടുക്കണ്ട എന്ന് പറയുന്ന ഒരു തോന്നലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കൊണ്ട് ഞാൻ നാട്ടുകാരോട് പറയുന്നത്, ശക്തമായിട്ട് വാദിക്കണം നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട്. ഈ ഒരു സ്കൂൾ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നാട്ടുകാർ ഒരുമിച്ച് പൊരുതണം ഈ സംഭവത്തിന്. നമ്മളെ MLA അടുത്ത് പോകണം. നിങ്ങൾ MLA അടുത്ത പ്രാവശ്യം നിയമസഭയിലേക്ക് പോകുമ്പോൾ ഒരുമിച്ച് പോകണം. എന്നിട്ട് വിദ്യാഭ്യാസ മന്ത്രിനെ കണ്ടിട്ട് പറയണം, നിങ്ങൾ വിഴിഞ്ഞത്തിലുള്ള ഹാർബർ LP സ്കൂൾ നിങ്ങൾ UP ആക്കി കൊടുത്തില്ലേ, എന്തുകൊണ്ട് നമുക്ക് അത് തന്നില്ല എന്ന് ചോദിക്കണം അങ്ങോട്ടേക്ക്. അത് 55 വർഷമായിട്ടുള്ളൂ വിഴിഞ്ഞത്തെ ഹാർബർ സ്കൂൾ LPനെ UP ആക്കിയിട്ട്. അവർക്ക് 55 വർഷത്തെ ചരിത്രമുള്ളൂ ആ സ്കൂളിന്. പക്ഷെ ഇവിടെ 109 വർഷമായിട്ടുള്ള സ്കൂളിന് ഈ ഒരു ചരിത്രം ഉണ്ടായിട്ട് പോലും അപ്ഗ്രേഡ് ആക്കാൻ നാട്ടുകാരും ഇല്ല, അതുപോലെ തന്നെ വിദ്യാഭ്യാസ പ്രവർത്തകരും ഇല്ല, പൊതുപ്രവർത്തകരും ഇല്ല, രാഷ്ട്രീയക്കാരും ഇല്ല. നിങ്ങൾ പിന്നെ എന്താണ് ഈ സ്കൂളും കൊണ്ട് പോകുന്നുള്ളത്? സാധാരണക്കാരായ ആൾക്കാരെ മക്കളാണ് അവിടെ പഠിക്കുന്നുള്ളത്. അതിനെക്കൊണ്ട് വോയിസ്ലെസ് പീപ്പിൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ആ സ്കൂൾ ഇന്നും അങ്ങനെയുള്ളത്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയാണ്, എൻ്റെ നാട്ടുകാരെ, ഉളയത്തടക്കക്കാരെ, നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇനി വരാൻ പോകുന്നുള്ള നിയമസഭാ ഇലക്ഷനും ഇനി വരാൻ പോകുന്നുള്ള തദ്ദേശ സ്വയംഭരണ ഇലക്ഷനും നിങ്ങൾ ബഹിഷ്കരിക്കുക. നിങ്ങൾ വോട്ടിടാൻ പോണ്ട. നിങ്ങളെ കാലിൻ്റെ അടിയിൽ വന്നിട്ട് തരും ഇവിടെ രാഷ്ട്രീയക്കാർ ഈ LPനെ UP ആക്കിയിട്ട്. നിങ്ങളെ കാലിൻ്റെ അടിയിൽ കൊണ്ടുതരും. നിങ്ങൾ വോട്ടേ ചെയ്യാൻ പോണ്ട. അപ്പം അറിയാം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാരണം എന്തൊക്കെ ഒന്ന് ചോദിച്ച് വാങ്ങുമ്പോൾ ആർജവം വേണം. ആർജവം ഇല്ലാണ്ടൊന്നും ഇവർ തരില്ല. കരയുന്ന കുഞ്ഞിനേ പാലുള്ളൂ. നമ്മളെ വിദ്യാഭ്യാസം, നാട്ടിൻ്റെ വിദ്യാഭ്യാസം വളർത്തേണ്ടത് ആ നാട്ടുകാരാണ്. CH മുഹമ്മദ് കോയ വന്ന്, ET മുഹമ്മദ് ബഷീർ വന്ന്, EMS നമ്പൂതിരിപ്പാട് വന്ന്, ലാസ്റ്റ് ശ്രീ ശിവൻകുട്ടി സാറും വന്ന്, ഇവരൊക്കെ ഈ സ്കൂൾ സന്ദർശിച്ചിട്ട് പോകുന്നുണ്ട്, കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇന്നേ വരെ അത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. 6.5 ഏക്കർ സ്ഥലത്താണ് ആ ക്യാമ്പസ് ഉള്ളത്. അത് വേറൊരു സ്റ്റോറി ഉണ്ട്, അത് പിന്നെ പറയാം. 6.5 ഏക്കറയാണ് അതിനകത്തുള്ളത്. ഈ ക്യാമ്പസിനകത്ത് ഇന്നേ വരെ ഈ ഒരു LPനെ എടുത്തിട്ട് UP ആക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ, ഉളയത്തടക്കക്കാരെ, നിങ്ങളെ പിടിപ്പുകേടാണ്, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് നിങ്ങൾ പൊരുതണം. നിങ്ങളെ MLAനോട് നിങ്ങൾ പറയണം ഈ ഒരു സംഭവം വേണം, ഏറ്റവും പെട്ടെന്ന് വേണമെന്ന്. ഇദ്ദേഹത്തിന് 3ാമത്തെ ടൈംസാണ് ഈ MLA ഉള്ളത്. 15ാമത്തെ വർഷമാണ്. അതിനു മുമ്പ് 33 വർഷം വേറൊരു MLA ഉണ്ടായിരുന്നു. ഈ MLAക്കും പറ്റിയിട്ട് ആ MLAക്കും പറ്റിയിട്ടാന്ന് പറയുന്ന രീതിയിൽ എത്തിക്കേണ്ട. ഈ MLAനെ നിങ്ങൾ പിടിക്കണം. പിടിച്ചിട്ട് ആവശ്യപ്പെടണം, ശക്തമായിട്ട് ആവശ്യപ്പെടണം. അടുത്ത പ്രാവശ്യം നിയമസഭ നടക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് പോകണം, മന്ത്രിൻ്റെ അടുത്ത് ഇരിക്കണം, ചോദിക്കണം, വാങ്ങിക്കണം. അത് LPനെ UP ആക്കിയിട്ട് മാറ്റണം. നാട്ടുകാരെ, ഇത് നിങ്ങളെ ടൈംസാണ്. മനസ്സിലായില്ലേ? ആ കുട്ടികൾ വളരെയേറെ ബുദ്ധിമുട്ടിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനൊരു അറുതി വരുത്തണം. സാധാരണക്കാരായ മക്കൾക്ക് നന്നായിട്ട് അവിടെ പഠിക്കാൻ പറ്റും. അപ്പോൾ കൂടുതലായി നിങ്ങളൊന്നും പറയാനില്ല. വിദ്യാഭ്യാസം എല്ലാത്തിൻ്റെയും മുകളിലാണ്, അതിനൊരു സംശയമില്ല. അത് നമ്മൾ ഒരുമിച്ചിട്ടാണ് അത് പൊരുതിയെടുക്കേണ്ടത്. അവിടെ ഇവൻ്റെ ആൾക്കാരൊന്നും അവൻ്റെ ആൾക്കാരൊന്നുമില്ല. എല്ലാവർക്കും വേണം വിദ്യാഭ്യാസം. നമ്മളെ മക്കളാണ് നന്നാണ്ടത്. അത് നമ്മൾ തീരുമാനിക്കണം, നമ്മൾ നേടിയെടുക്കണം. ആർജവുള്ളൊരു ജനതയുണ്ടാക്കണം നമ്മൾ. അന്നെങ്കിലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ട് നാട്ടുകാരോട് പറയാണ്, ശക്തമായിട്ട് ഈ MLA പിടിച്ചിട്ട് നിങ്ങൾ തിരുവനന്തപുരത്ത് പോയിട്ട് ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ട് വരണമെന്നാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. താങ്ക് യു.